അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീനും ദുനിയാവും രണ്ടല്ല, ഒന്നാണ്. പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ്. ഇപ്പോ ഭൗതികമായിട്ട് നന്നായിട്ട് മുന്നേറുന്ന ആളാണെങ്കിൽ അയാളുടെ ദീനിലുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നേരെ തിരിച്ചുമായിരിക്കും. ദീനീപരമായിട്ടുള്ള അറിവുകൾ നന്നായി നേടുന്ന ആളുകൾക്ക് ഭൗതികമായിട്ടുള്ള അറിവുകൾ വളരെ കുറവായിരിക്കും. ലോക പരിചയം ഉണ്ടാവും, എന്നാൽ ചില കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചില വിഷയങ്ങളിൽ ഒക്കെയുള്ള ജ്ഞാനം വളരെ കുറവായിരിക്കുമെന്ന് കാണാം. എന്നാൽ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, രണ്ടും ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പോ പല സ്ഥാപനങ്ങളും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ വീമ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് പണ്ട് എങ്ങനെയായിരുന്നു ഈ ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് കൃത്യമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനൊക്കെ തലസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനമായിട്ട് ഒരു മികച്ച ലൈബ്രറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന്റെ അഭാവം കൊണ്ടാവാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായതുകൊണ്ടാവാം ഈ ഒരവസ്ഥക്ക് ഇന്ന് കാരണമായി തീർന്നിട്ടുള്ളത്.